ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ക്രീമി പാസ്തയാണ്. റെസ്റ്റോറന്റ് സ്റ്റൈലില് ചിക്കൻ ക്രീമി പാസ്ത ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ പാസ്തയാണ്. നമുക്ക് ഇഷ്ടമുള്ള പാസ്ത എടുക്കാം. ഇതാണ് ഈ ക്രീമി പാസ്തയ്ക്ക് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ഏകദേശം ഒരു 250 ഗ്രാമോളം ഈ പാസ്ത എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യമേ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് അത് വേകാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് തിളച്ചു വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ ഉപ്പും എണ്ണയൊക്കെ ഒഴിച്ചതിന് ശേഷം അതൊന്ന് തിളച്ചു വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാസ്ത ഇട്ട് കൊടുക്കാം. പാസ്ത ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ പാസ്ത റെസ്റ്റോറൻറ്റിലൊക്കെ ചെയ്യുമ്പോൾ ഒരു 80-85% അത് വേവിക്കാറുള്ളൂ. പക്ഷെ ഞാനിവിടെ നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതേ പരുവത്തിലാണ് വേണമെങ്കിൽ അതുപോലെ എടുക്കാം. ഞാനിത് നന്നായിട്ട് വേവിച്ചാണ് എടുക്കുന്നത്. ഈ പാസ്തയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിന്റെ വേവ് നോക്കിയെടുക്കാം. ഞാനിവിടെ ഈ പാസ്ത നന്നായിട്ടാണ് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പാസ്ത നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട്. അതിനി ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കാം. അതിനുശേഷം നല്ല തണുത്ത വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഊറ്റിയെടുക്കാം. അങ്ങനെ എടുത്തു വെച്ചേക്കുന്ന പാസ്തയാണ് ഇത്. അതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് നോക്കാം. ഞാൻ ഒരു ക്യാരറ്റ് ഇതുപോലെ കനം കുറച്ചിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഒരു ടിന്ന് മഷ്റൂം എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 200 ഗ്രാമോളം ചിക്കന്റെ ബ്രസ്റ്റ് പീസ് എടുത്തു വെച്ചിട്ടുണ്ട്. അതും ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഒറിഗാനോ എടുത്തിട്ടുണ്ട്. കുറച്ച് ബേസിൽ ലീവ്സ് എടുത്തിട്ടുണ്ട്. കുറച്ച് പാഴ്സലി ലീവ്സ് എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മൊസറല്ല ചീസും കുക്കിംഗ് ക്രീമും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് 1.5-2 കപ്പോളം കുക്കിംഗ് ക്രീം വേണം. അതുപോലെ കുറച്ച് മൊസറല്ല ചീസും ഇവിടെ ഞാൻ എടുക്കുന്നുണ്ട്. നമുക്കിനി പാസ്ത ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അത് ഒരു ടേബിൾ സ്പൂൺ ഉപയോഗിച്ചാൽ മതി. ഞാനിവിടെ 2-3 ടേബിൾ സ്പൂണിന് അടുത്തോളം ഒരു ബട്ടറിന്റെ പീസാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ബട്ടർ ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് ഉരുക്കിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഈ ബട്ടറും അതിൽ തന്നെ ഉരുകി വന്നാൽ മതി. ഞാൻ ഈ സവോളയും വെജിറ്റബിൾസും ചിക്കനും എല്ലാം ഫ്രൈ ചെയ്യുന്നത് ഈ ബട്ടറിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ബട്ടർ ഇട്ട് കൊടുത്തേക്കുന്നത്. ബട്ടർ ഇത്രയും യൂസ് ചെയ്യുന്നില്ല എങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ചേർത്തിട്ട് വേണം ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട്. നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോളയൊക്കെ നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ബ്രസ്റ്റിന്റെ പീസ് ആയതുകൊണ്ട് നമ്മളൊരു 5 മുതൽ 7 മിനിറ്റ് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അത് പെട്ടെന്ന് തന്നെ വെന്തു വന്നോളും. ഈ ബട്ടറിൽ തന്നെ ആ ചിക്കൻ പീസ് ഫ്രൈ ചെയ്തെടുത്താൽ മതി.
ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ആവശ്യത്തിനുള്ള ഉപ്പാണ് നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും ഈ ചിക്കൻ പീസിലേക്കുള്ള ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഒരു 2-3 മിനിറ്റ് കൂടെ നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഷ്റൂം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാൻഡ് മഷ്റൂം ആണ് ചേർത്തേക്കുന്നത്. അതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. വെജിറ്റബിൾസും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയി വരണം. അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ബട്ടറിൽ കിടന്ന് ഇതെല്ലാം കൂടെ ഒന്ന് വഴണ്ടു വരണം. അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് അടച്ചു വെച്ചു വേവിച്ചെടുക്കാം. നമുക്ക് ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആ വെജിറ്റബിൾസിൽ നിന്നൊക്കെ ഇറങ്ങിയ വെള്ളമൊക്കെ ഉണ്ട്. അതുമൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ആ കോളിഫ്ലവറും ക്യാരറ്റും ഒക്കെ ഈ ടൈമിൽ നന്നായിട്ട് വെന്ത് വന്നോളും. വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം. നമ്മുടെ വെജിറ്റബിൾസും ചിക്കനും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വീണ്ടും. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുക്കിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇത് 1.5 കപ്പോളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പോൾ. ബാക്കി ഒരു 1/2 കപ്പ് നമുക്ക് പിന്നീട് ചേർക്കാം. 1.5 കപ്പ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഹെർബ്സ് എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഒറിഗാനോയും ബേസിൽ ലീവ്സും പാഴ്സലി ലീവ്സും കൂടെ ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ എല്ലാം കുറേശ്ശെയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ആവശ്യത്തിനുള്ള ഉപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ബാക്കിയുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ കുക്കിംഗ് ക്രീമിൽ കിടന്ന്
നമ്മുടെ പാസ്തയും കൂടെ മിക്സായി വരണം. അതിനുവേണ്ടി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാസ്ത ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് പാസ്ത ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കുക്കിംഗ് ക്രീമും വെജിറ്റബിൾസും പാസ്തയെല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വരണം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി പാസ്തയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാസ്ത ഫുള്ളും ഇതിൽ ചേർത്തിട്ടുണ്ട്. അതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുക്കിംഗ് ക്രീമും വെജിറ്റബിൾസും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വരണം ഈ പാസ്തയില്. ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറേയേറെ മൊസറല്ല ചീസ് ഇടുന്നുണ്ട്. ഇത്രയും ചീസ് താല്പര്യമില്ല എങ്കിൽ ഇത്ര ഇട്ട് കൊടുക്കണ്ട. കുട്ടികൾക്കൊക്കെ ഈ മൊസറല്ല ചീസ് ഇട്ട പാസ്ത വലിയ ഇഷ്ടമാണ്. നല്ല പാർട്ടിയൊക്കെ നടത്തുമ്പോൾ ഇതുപോലത്തെ പാസ്ത ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളൊക്കെ നല്ല ഇഷ്ടത്തിൽ ഇത് കഴിച്ചോളും. ഈ മൊസറല്ല ചീസും ചേർത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പാർട്ടിക്കൊക്കെ വെക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ പാസ്തയാണ് ഇത്. പാർട്ടിയൊക്കെ നടത്തുമ്പോൾ ഇതുപോലെ പാസ്തയൊക്കെ ഉണ്ടാക്കിയാൽ കുട്ടികളൊക്കെ ഇഷ്ടപ്പെടും. അവർക്കൊക്കെ ഇഷ്ടമുള്ള നല്ല ടേസ്റ്റിയായ പാസ്തയാണ് ഇത്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതാവുമ്പോൾ നല്ല മൊസറല്ല ചീസും കുക്കിംഗ് ക്രീമും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നത് അവർക്ക് ഒരുപാട് ഇഷ്ടമാകും. ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ബാക്കി വെച്ചേക്കുന്ന അരക്കപ്പ് കുക്കിംഗ് ക്രീമും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റിയായ ചിക്കൻ ക്രീമി പാസ്ത റെഡിയായി. അതിനെയും ഒരു സർവിംഗ് പ്ലേറ്റിലെടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.